ഹലോ, നമ്മളിന്നുള്ളത് പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലാണ്. ജാൻവി ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ജാൻവി ബസ്സിൻ്റെ ലാസ്റ്റ് പോയിൻ്റ് കോഴിച്ചാലിലേക്ക്. കോഴിച്ചാലിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാം വേണ്ട, നമുക്ക് അത് അവിടെ എത്തിയിട്ട് പറയാം. ഈ ബസ് ഏകദേശം 2:45 തന്നെ പയ്യന്നൂരിൽ നിന്ന് പുറപ്പെട്ടു. പയ്യന്നൂർ പുറപ്പെട്ട ബസ് കോത്തായമുക്കം കഴിഞ്ഞ് ഇപ്പോൾ കാങ്കോലിലെത്താൻ പോകുന്നു. നല്ല പ്രകൃതി രമണീയമായ കാഴ്ചയാണ് നമുക്ക് ഈ റൂട്ടിലൂടെ പോകുമ്പോൾ എല്ലാം കാണാൻ കഴിയുന്നത്. കേരളത്തിലെ ഏകദേശം എല്ലാ സ്ഥലങ്ങളും പ്രകൃതി രമണീയമാണ്, എന്നാലും പറഞ്ഞു തന്നേ ഉള്ളൂ. പയ്യന്നൂർ കഴിഞ്ഞാൽ പിന്നെ പ്രധാന സ്റ്റോപ്പ് വരുന്നത് കോത്തായമുക്ക്, കാങ്കോല്, മാത്തിൽ, അരവഞ്ചാൽ, പെരിങ്ങോം, പാടിച്ചാൽ, അങ്ങനെയതാണ്. പെരിങ്ങോത്താണ് നമ്മളെ CRPF, കണ്ണൂരിലെ CRPF ട്രെയിനിങ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. പെരിങ്ങോത്താണ്. പോകുന്ന പോക്കിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കുഴപ്പമില്ല, തിരിച്ചു വരുന്ന കാര്യത്തിൽ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ എത്തിയേക്കുന്നത് പെരിങ്ങോം ബസ് സ്റ്റോപ്പിലാണ്. പക്ഷേ CRPF എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല, പെരുന്നേരത്തിൽ കാണിക്കുമെന്ന് പറഞ്ഞല്ലേ. ഇപ്പം നമ്മുടെ വലത്തെ ഭാഗത്ത് കാണുന്നതാണ് മുനയംകുന്ന് വെടിവെപ്പ് എന്ന് പറഞ്ഞ സ്ഥലം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അറിയിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പാടിച്ചാൽ ബസ് സ്റ്റാൻഡിലാണ്. പാടിച്ചാൽ ബസ് സ്റ്റാൻഡ് ശരിക്കും പിന്നെ പാടിയോട്ട് ചാലെന്നാണ് പറയല്. പക്ഷെ നമ്മുടെ നാട്ടുകാരെല്ലാം പാടിച്ചാലെന്ന് പൊതുവെ പറയുന്നത്. പാടിച്ചാൽ ബസ് സ്റ്റാൻഡാണ്. പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞാൽ അടുത്തൊരു ബസ് സ്റ്റാൻഡ് ഈ റൂട്ടിൽ കിട്ടുന്നത് പാടിച്ചാൽ ബസ് സ്റ്റാൻഡാണ്. രണ്ടാമതായി നമ്മൾ എൻ്റർ ചെയ്യുന്നത് ചെറുപുഴ ബസ് സ്റ്റാൻഡിലാണ്. പാടിയോട്ട് കയറി കഴിഞ്ഞാൽ അടുത്തൊരു ബസ് സ്റ്റാൻഡ് വരുന്നത് ചെറുപുഴയാണ്. ഇതാണ് നല്ല വലിയൊരു ടൗണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു മെയിൻ ടൗൺ എന്ന് പറയുന്നത് പുളിങ്ങോ മാത്രമേ ഉള്ളൂ. അത് അവിടെ ബസ് സ്റ്റാൻഡൊന്നുമില്ല, പക്ഷേ ഇതാണ് ഒരു ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോഴിച്ചാലിലായാലും ബസ് സ്റ്റാൻഡൊന്നുമില്ല. അപ്പോൾ പാടിയോട്ട് കയറി കഴിഞ്ഞാൽ അടുത്തത് ചെറുപുഴയാണ്. ഇപ്പോൾ നമ്മൾ പുളിങ്ങോത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ചെറുപുഴ കഴിഞ്ഞാൽ അടുത്തൊരു ടൗൺ വരുന്നത്, ചെറിയൊരു ടൗൺ വരുന്നത് പുളിങ്ങോമാണ്. ആ പുളിങ്ങോത്ത് പറയുമ്പം അവിടെ ഒരു മക്കാമുണ്ട്. ആ മക്കാമിൻ്റെ കവാടാണ് നമുക്കിപ്പോൾ ഇടതുഭാഗത്ത് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബസ്സിൻ്റെ ലാസ്റ്റ് പോയിൻ്റായ കോഴിച്ചാലിൽ എത്തിയിട്ടാണുള്ളത്. കോഴിച്ചാലിൽ നമുക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു പള്ളിയാണ്, സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ കാണുന്ന ഒരു ഒരു കുളമാണെന്ന് തോന്നുന്നു, ചെറിയൊരു കുളം. അതിൽ നല്ല തെളിഞ്ഞ വെള്ളമാണുള്ളത്.
അങ്ങനെ ഏകദേശം കൃത്യം 4:40 ആകുമ്പോൾ നമ്മുടെ ബസ് പയ്യന്നൂരേക്ക് തിരിച്ചു. കോഴിച്ചാലിനെ കുറിച്ച് പറയുമ്പോൾ പയ്യന്നൂർ ടൗണിൽ നിന്ന് ഏകദേശം 42 കിലോമീറ്റർ ദൂരമാണ് കാണിക്കുന്നത്. കണ്ണൂരിലെ കിഴക്കൻ മേഖലയിലെ ഒരു ചെറിയ പട്ടണമാണ് കോഴിച്ചാൽ. കിഴക്ക് കുടകും വടക്ക് കാസർഗോഡ് ജില്ലയും അതിർത്തി പങ്കിടുന്നു. പണ്ടുകാലത്ത് ഈ പ്രദേശങ്ങളിൽ കോഴികളുടെ സമൃദ്ധിയും പട്ടണത്തിലൂടെ കടന്നുപോകുന്ന ഒരു നദിയുമാണ് ഈ സ്ഥലത്തിന് കോഴിച്ചാൽ എന്ന് പേര് വരാൻ കാരണമെന്ന് വിക്കിപീഡിയയിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ. ഇതാണ് നമ്മുടെ സാരഥി. ഗ്ലാസ്സിലൊക്കെ എന്താ ചിത്രം. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഫ്രണ്ട് സീറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല, നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഫ്രണ്ട് സീറ്റ് കിട്ടിയില്ല, അതാണ് കൂടുതലും ബാക്കിലിരുന്ന് ഷൂട്ട് ചെയ്തത്. അതിനുശേഷം തിരിച്ചു വരുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല, അവിടെ നിന്ന് എടുക്കുന്ന ബസ്സായതുകൊണ്ട് വലിയ ആൾക്കാരൊന്നുമില്ല. ഞാൻ കണ്ടക്ടറോട് ചോദിച്ചു മുന്നിൽ പോയിരുന്നോട്ടേന്ന്. അപ്പോൾ ആൾ പറഞ്ഞു വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല, മുന്നിലിരുന്നോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടി സീറ്റ് പോയിരുന്നു. പെട്ടി സീറ്റ് എന്ന് പറയുന്നത് നമ്മൾ പണ്ടൊക്കെ ചെറുപ്പത്തിലൂടെ ആയിരിക്കും ഒരു പെട്ടി സീറ്റിൽ. രസമാണ്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് CRPF. CRPFിൻ്റെ ഒരു കവാടമാണ് ഈ കാണുന്നത്. CRPFിനെ കുറിച്ച് പറയുമ്പം 1986 തിരുവനന്തപുരത്ത് തുടങ്ങിയ ട്രെയിനിങ് സെൻറ്റർ 2007 275 ഏക്കറുള്ള ഈ ഒരു ട്രെയിനിങ് സെൻറ്ററിലേക്ക് പറിച്ചു നടപ്പെട്ടത്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏകദേശം 1500 ഉദ്യോഗാർത്ഥികളെ ഒരേ സമയം പരിശീലിപ്പിക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് ഒഫീഷ്യലായി കിട്ടുന്ന ഒരു വിവരം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ടൊരു നല്ല രീതിയിൽ തന്നെ ചെയ്യാം. ഇതൊരു തുടക്കങ്ങളിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. പിന്നെ ബസ്സിൽ നല്ല തിരക്കായതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഫ്രണ്ടിൽ നിന്നൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. തിരിച്ചു വരുമ്പോഴാണ് ഫ്രണ്ടിൽ നിന്നിൽ കുറേ ഫൂട്ടേജസൊക്കെ എടുത്തത്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ഫ്രണ്ടിൽ നല്ല രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്ത് അടിപൊളിയാക്കി പ്രേക്ഷകർ കാണിച്ചു തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.